മറ്റേ കടുവയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പം പശുക്കളെയും ഉപദ്രവിച്ച് പോയിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് വന്നോണ്ട് ഇപ്പോൾ ഇന്ന് രാത്രിയും വരാൻ ചാൻസ് ഉണ്ടാവുന്നുള്ളൊരു ഉറപ്പുകൊണ്ട് അവരിന്ന് വൈകുന്നേരം ക്യാമറ വെക്കാന്ന് പറഞ്ഞു. രാത്രി ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ ചൂടാണല്ലോ, ചൂടാകുമ്പോൾ രാത്രി ഞങ്ങൾ 2-3 റൂമിൽ മൊത്തം ഫാൻ ഇട്ടിരുന്നു. അപ്പോൾ ഫാനിൻ്റെ ഇതിൽ നമുക്ക് സൗണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് മേപ്പാടി പൂത്തക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കർഷകൻ്റെ ഒരു ആടിനെ പുലി പിടിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ നിരന്തരമായിട്ട് പുലിശല്യം ഉള്ള പ്രദേശമാണെന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഏതായാലും കഴിഞ്ഞ രാത്രി ഇവിടെ ഒരു വീട്ടിലെ ആടിനെ പുലി പിടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏതായാലും ആ പ്രദേശത്താണുള്ളത്. നമ്മൾ ഇനി എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ നേരിട്ട് ഒന്ന് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി പൂത്തക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു പ്രദേശമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചുറ്റും നല്ല കുന്നുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഈ വീട്ടിലെ ആടിനെയാണ് കഴിഞ്ഞ രാത്രി പുലി പിടിച്ചത്. നമുക്ക് ഏതായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം. ചേട്ടാ അവിടെ ഉണ്ടോ? ആ, ഇവിടെയൊക്കെ നമുക്ക് കാണാം ഇഷ്ടംപോലെ പശുവും ആടും ഒക്കെ വളർത്തുന്ന ഒരാളാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുരേഷ് ബാബു. ഈ സ്ഥലം പൂത്തക്കൊല്ലി അല്ലേ? മേപ്പാടി അടുത്തുള്ള സ്ഥലം. മേപ്പാടി അടുത്ത്. ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായേ? ഇത് ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ്. 11 മണി വരെ ഞങ്ങൾ ആ കൂട്ടിൽ നിരീക്ഷിച്ചിരുന്നു. അവിടെ ഒരു ആട് പ്രസവിക്കാനുണ്ടായിരുന്നു, വേറൊരാട് അതിൻ്റെ കൂട്ടത്തിലുള്ള ആട് പ്രസവിക്കാനുള്ളതുകൊണ്ട് അതിനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. 11 മണി വരെ ഞങ്ങൾ അതിനെ ശ്രദ്ധിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി കിടന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ രാവിലെ പിന്നെ ഞങ്ങൾക്ക് പശുക്കൾ കുറേ ഉണ്ട്. അപ്പോൾ പശുക്കളെ കറക്കാൻ വേണ്ടി ഒരു 5:30 ശേഷം വന്ന് നോക്കുമ്പോൾ ഒന്നും കൂടി ആട് പ്രസവിച്ചുകളൊന്ന് കൂട്ടിലേക്ക് നോക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടത്. ഇങ്ങനെ അപ്പുറത്ത് ചത്ത് കിടക്കണമായിട്ട് കണ്ടത്. അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിൻ്റെ താഴെ പുൽത്തൊട്ടിയുടെ താഴെ കംപ്ലീറ്റ് ബ്ലഡും കാര്യങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുറത്തേക്ക് തല ഇട്ടപ്പോൾ കടിച്ചതാവാനാണ് സാധ്യത. കാരണം ചങ്കിൻ്റെ പിടിച്ച് വലിച്ചിട്ട് കൂട്ടിലേക്ക് കയറാൻ പറ്റില്ല. കൂട്ടിൽ കയറാൻ പറ്റുന്നത് അത് വലിച്ചു കൊണ്ടാൻ നോക്കിയിട്ട് അതിന് കിട്ടാത്തതുകൊണ്ട് അത് ഇട്ടിട്ട് പോയതാണ്. അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ രാവിലെ അത് വനവകുപ്പിനെ അറിയിച്ചു. വനവകുപ്പുകാർ വന്നു, അവർ നോക്കി. അപ്പോൾ അവരും ഉറപ്പിലും അത് പുലി തന്നെയാണെന്നാണ് അവരെ ഉറപ്പ്. കാരണം അവർ അതിൻ്റെ തിരിച്ചു മറിച്ചിട്ട് നോക്കുമ്പോൾ അത് എൻ്റെ ചങ്കിൻ്റെ കനത്തിലുള്ള പല്ലായതുകൊണ്ടും പിന്നെ കാലിനകത്തിലൊക്കെ കണ്ടുകൊണ്ട് അവർക്ക് പുലിയുടെ സാന്നിധ്യമാണ് അവർക്കും ഒരു ചെറിയൊരു ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇനിയിപ്പോൾ ഇന്ന് വന്നതുകൊണ്ട് ഇപ്പോൾ ഇന്ന് രാത്രിയും വരാൻ ചാൻസ് ഉണ്ടാവുന്നുള്ളൊരു ഉറപ്പുകൊണ്ട് അവരിന്ന് വൈകുന്നേരം ക്യാമറ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ചേട്ടൻ ഇവിടെ എത്ര ആടുണ്ടായിരുന്നു? ഇവിടെ ഒരു 5-8 ആടുകളുണ്ട്. ആ കൂട്ടിൽ തന്നെ? ആ കൂട്ടിലുണ്ട്. അതിന് അതിലേക്ക് കൂട്ടിലേക്ക് എങ്ങനെയാലും അതിന് കയറാൻ പറ്റൂല. അത്രയും ഉറപ്പുള്ളൊരു പശുവൊക്കെ ഇങ്ങനെ പശുക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒക്കെ പുറത്ത് വിട്ടതാണ് എല്ലാ പശുക്കളും. ഇവിടെ കംപ്ലീറ്റ് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ 2-3 മൂരിക്കുട്ടന്മാരും ഇങ്ങനെ ഉണ്ടാവും. ഈ വലിപ്പമുള്ള ഇതിനെക്കാട്ടും വലിപ്പമുള്ള ഒന്നും കൂടി ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ തൊഴുത്തിൽ പശുക്കളുണ്ട്. ഒക്കത്തിന് ഇപ്പോൾ പുറത്ത് അയച്ചു വിട്ടിക്കുക, മേലാൻ വിട്ടിക്കാണ്. വൈകുന്നേരം ആകുമ്പോൾ അതെ, ഇപ്പം ഈ വലിപ്പമുള്ള കിടാവിനൊന്നും പിടിക്കാത്ത സ്ഥിതിക്ക് അത് പുലി തന്നെ ആവാനാണ് സാധ്യത. അതാ. അപ്പോൾ ഞാൻ ഡോക്ടറോട് അതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് പുലി ആവാനാണ് ചാൻസ്. പുലി മറ്റേ കടുവയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പം പശുക്കളെയും ഉപദ്രവിച്ച് പോയിരുന്നു. എളുപ്പത്തിൽ പെട്ടെന്ന് അതിന് സാധ്യപ്പെടുന്ന പെട്ടെന്ന് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. അതിനെ കൊണ്ടാവാതെ നായി ഇവിടെ ഇല്ല. ആദ്യം ഇവിടെ നായി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തുള്ള അയൽവാസികളുടെ എതിർപ്പുകൊണ്ട് നായിനെ ഒഴിവാക്കിയാണ്. അതുകൊണ്ടാണ് പിന്നെ ആടിനെ പിടിക്കാനുള്ളൊരു ഉറപ്പ്. അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് ഇനിയിപ്പോൾ ഇന്ന് രാത്രി വരാനുള്ളൊരു ചാൻസ് ഉള്ള അങ്ങനെ വരുന്ന ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബാക്കിയുള്ള ആടുകൾ ഇവിടെ നിന്ന് മാറ്റിയതാണ്. വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റിയിരിക്കുന്നു. വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റി. ഇവിടെ അല്ലാണ്ട് പുറത്ത് ഇവിടെ നമ്മളെ അയൽവക്കത്തുള്ള ഒരു കൂട്ടിലേക്ക് ഞങ്ങൾ എല്ലാത്തിനും മാറ്റി. പക്ഷേ ഇന്ന് രാത്രിയും വന്ന് അതേപോലത്തെ സംഭവം ഉണ്ടാക്കി നമുക്ക് പിന്നെയും നഷ്ടപ്പെടുമല്ലോ. അതില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അത്
ഒച്ചയൊന്നും കേട്ടില്ല രാത്രി? ഈ രാത്രി ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ ചൂടാണല്ലോ, ചൂടാകുമ്പോൾ രാത്രി ഞങ്ങൾ 2-3 റൂമിൽ മൊത്തം ഫാൻ ഇട്ടിരുന്നു. അപ്പോൾ ഫാനിൻ്റെ ഇതിൽ നമുക്ക് സൗണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല, അതാ പറ്റിയത്. ഇതിന് മുന്നേ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ പുലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു? പുലിയുടെ എന്ന് പറഞ്ഞാൽ നായ്പുലിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പട്ടീനെ പിടിക്കുന്നതല്ലേ? പട്ടീനെ പിടിക്കുന്ന പുലി. അതിനൊരു 4-5 കൊല്ലം മുമ്പ് നമ്മൾ ചെറിയൊരു ആടിനെ അങ്ങനെ പിടിച്ചിരുന്നു. ഇവിടെ നമ്മളെ തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അതിനെ പിടിച്ചിരുന്നത്. ഇവിടുന്ന് തൊഴിലാളികളുടെ മുന്നിൽ നിന്ന് അന്നും ഫോറസ്റ്റുകാർ വന്നത്. എത്ര മണിയായപ്പോ? അതിപ്പോ ഒരു ഉച്ചക്ക് പകലാണ് പിടിച്ചിരുന്നത്. അവരെ മുന്നിലിട്ടാണ് പിടിച്ചിരുന്നത്. അന്ന് അതിന്റെ കുടൽമാലൊക്കെ വലിച്ച് പുറത്തൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോ. അതിന്റെ ശേഷം ഇവിടെ ഇപ്പൊ ഈ ഏരിയയിൽ അങ്ങനെ ഇല്ലാത്തായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പറഞ്ഞ ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് പറഞ്ഞോ. അവിടെ കണ്ടമാരിക്ക് ആയതുകൊണ്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പൊ എസ്റ്റേറ്റിലൊക്കെ ഇപ്പൊ കുറച്ച് കാടുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ അവര് വെട്ടി തെളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും അവിടെ നിന്നെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവാനാണ് നമ്മൾ സാധ്യത. ഇവിടുന്ന് ഓടത്തോടൊക്കെ ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഓടത്തോടൊക്കെ ഇവിടുന്ന് ഒരു 8-9 കിലോമീറ്റർ ഉണ്ട്. അല്ല, അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കടുവയും പുലിയൊക്കെ പിന്നെ നമ്മളെ ഈ ഭാഗത്തുണ്ട്, നമ്മളെ ടൗണിന്റെ അക്കരെ ഭാഗത്തൊക്കെ പുലി, ആനയുടെ ശല്യം ഉണ്ട്. പിന്നെ പുലിന്റെ ശല്യം ഇതൊക്കെ. ആന നമ്മളെ ഈ അമ്പലത്തിന്റെ നമ്മളെ ടൗണിന്റെ അക്കരെ ഭാഗം എരുമക്കൊല്ലി, മണ്ണാത്തിക്കുണ്ട് ആ ഭാഗത്തേക്ക് ആനയുടെ ശല്യം. കടൂര് ആ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത് ചെമ്പ്രഭാഗത്ത്. അത് ആ ഭാഗം മൊത്തത്തിൽ അവർക്ക് ഭയങ്കര ശല്യമാണ്. അത് ആനനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. നമുക്കിവിടെ പുലിയുടെ സാന്നിധ്യം ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തിലാണ് കണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഒരു പരിഭ്രാന്തിയിലാണ്. അന്ന് ചുറ്റുവട്ടത്തൊക്കെ എല്ലാവർക്കും ആടുകളും പശുക്കളൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പോ ഇന്നിപ്പോ എല്ലാവർക്കും ഒരു പരിഭ്രാന്തിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഈ ഭാഗത്ത് ഒത്തിരി പേർക്കുണ്ടല്ലേ ആട് പശു ഒരാൾ 1-2 ആൾക്കുണ്ട്. പിന്നെ ആടുകൾ 2-3 ആൾക്കാർക്ക് ആടുകളുണ്ട് ഇവിടെ. വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അതെ അതെ അതെ. ഇത് തന്നെയാണോ പ്രധാനപ്പെട്ട? അതെ അതെ. എന്റെ മോനാണ് ഇതിന്റെ ഒക്കെ മുന്നിൽ. അവിൻ ഇപ്പൊ നേരത്തെ മോനുണ്ടായിരുന്നു ഇവിടെ. ഒരു പശുക്കള ഇവിടെ 4-5 പോത്തുകളുണ്ട്. അപ്പൊ ആ പോത്തിനെ ആട്ടാൻ വേണ്ടി പോയതാണ് ഇപ്പോ. അപ്പൊ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ പോയത്. മോനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊപ്പം ഞാനും എന്റെ വൈഫും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ ആ കൂടെ കാണിച്ചു തരാം. വലിയൊരു കൂട്ടിലാണ് ഇവിടെയല്ലേ നടന്നേ? ഉള്ളി വന്നു. ഉള്ളി ഇവിടെയാണ് കടന്നിരുന്നത്. ആ ഭാഗത്താണ് ഇവിടെ ഇതിന് മൂല അവിടെയാണ് കടന്നിരുന്നത്. അവിടെ നിന്നാണ് വലിച്ചത്. ഇതിൻ്റെ അകത്ത് എത്ര ആളുണ്ടായിരുന്നു പറഞ്ഞേ? ഇതിൻ്റെ അകത്ത് ഒരു 5-8 ആടുകളുണ്ട്. 8 ആടുണ്ടായിരുന്നു. അതിൽ 1-2 പ്രസവിക്കാനുള്ള ആടുകളായിരുന്നു. ഇതിൽ ഈ അറയിലും ഉണ്ടായിരുന്നു. ഈ അറയിലൊക്കെ അടിയൊന്നും അങ്ങനെ പിടിക്കാൻ പറ്റിയല്ലേ? ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറാൻ പറ്റൂല. അടിയിനൊക്കെ വല്ല പൊളിച്ച് വലിച്ചാലായി. പൊളിച്ച് പൊട്ടിച്ചാലേ അവിടെ പൊളിച്ച് പൊട്ടിച്ചാണ്. ഫ്രണ്ട് പുൽത്തൊട്ടി പൊളിച്ച് പൊട്ടിച്ച് അതാണ് നടന്നത്. അപ്പുറത്ത് പൊട്ടിച്ചല്ലേ? അപ്പുറത്ത് പൊട്ടിച്ചിട്ട് എടുത്ത് ചാടിയത് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇത് ആട് എങ്ങനെ പുറത്താ കിടന്നേ? അല്ല, അതിനുള്ളിൽ തന്നെ. അത് ആദ്യം നമ്മൾ രാത്രി തീറ്റിട്ട് കൊടുക്കും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇതാണ് പൊളിച്ചത്. മൊത്തത്തിൽ അടിച്ചിട്ടായിരുന്നു. അടിച്ചിരുന്നു. അപ്പൊ ഇവിടുന്ന് ഇതാണ് അതിന്റെ ഒരു ഇപ്പൊ ഞങ്ങൾ കണ്ടതിൽ ഇപ്പൊ ഒരു നഗപ്പാട് കണ്ടത്. അവിടെ കയറി നിന്നതിന്റെ ഒരു പിടിച്ചു നിന്ന നഗപ്പാടാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത്. ഇവിടുന്ന് ഇതിന്റെ ഉള്ളിൽ കൂടെ തലയിട്ടിട്ട് തിന്നുമായിരിക്കും. ഇവിടെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ തിന്നിട്ട് കൊടുക്കുക. അപ്പോഴാണ് ഇത് തല പുറത്തിട്ടപ്പോൾ പെട്ടെന്ന് വലിക്കാൻ പറ്റില്ല. ഒറ്റ കപ്പിന് പിടിച്ചാണോ തോന്നുന്നു. ഉള്ളിൽ തന്നെയല്ലേ കിടന്നത്? ഉള്ളിൽ. പക്ഷേ ചോര എങ്ങനെ ഇവിടെ വന്നേ? അതെ, ഇവിടെ നിന്ന് കഴുത്ത് പിടിച്ച് വലിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് വലിച്ചപ്പോൾ കിട്ടിയില്ല. ഇതുള്ളതുകൊണ്ടേ, ഇത് ശക്തമായിട്ടുള്ളതുകൊണ്ട് വലിച്ച് കിട്ടിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വലിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ആ നല്ല പിടുത്താണ് പിടിച്ചത്. അതാണ് ഈ ചോര പിടിച്ചിങ്ങനെ നിന്നുണ്ടാവും. പിടിച്ചിട്ട് ഇവരെ കൈ കിട്ടിയ വലിച്ചോട്ട് പോകും. പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറിട്ട് കെട്ടിയോണ്ട് ഇതിനെ വലിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ വിട്ട് കഴിഞ്ഞാൽ പുറകോട്ട് വീണായിരിക്കും. വിട്ട് കഴിഞ്ഞപ്പോൾ പുറകോട്ട് പോയി ബാക്കോട്ട് ചാടിയാണ്. അതാണ് നടന്നത്. ഇത്രയും സാധനം പൊട്ടിച്ചു കളഞ്ഞല്ലേ? ഇത് ഇത്രയും സാധനം പൊട്ടിച്ചു കളഞ്ഞ. കയറാനുള്ള ഒന്നുമില്ല. ഇവിടുന്ന് എടുത്ത് ചാടിയതാവാനാ ചാൻസ്, അല്ലെങ്കിൽ എടുത്ത് കാല് വെച്ചതാവാനോ അങ്ങനെ ആവാനും ചാൻസ്. അത്ര ഇതിൽ ഇത്രയും സാധനം പോവോ? വലിച്ചു പറയും. ഇത് ഇങ്ങനെ ഇത് പോവില്ല. ഇതൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഇത് അനങ്ങൂല.
നമ്മൾ താൽക്കാലികം കൊടുക്കണമല്ലോ തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ തേയിലൊക്കെ പറിക്കുന്നുള്ളത് ഇപ്പൊ നുള്ളിയും കൂടി ഇരിക്കുന്നുണ്ട്. ഓഹോ. ഇപ്പം ഇവിടെയുള്ള ആളുകൾ വലിയ വന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ആ ഭാഗത്താണ് ഫോറസ്റ്റ് ഉള്ളത്. അക്കറ ഭാഗത്ത് ഫോറസ്റ്റ് ആണ്. ആ ഭാഗത്ത് ഇവിടുന്ന് ഇത് ഫോറസ്റ്റ് അല്ല, ഇതൊക്കെ നമ്മളെ ഇതൊക്കെ എസ്റ്റേറ്റിന്റെ കാടുകൾ മുകളിലൊക്കെ അറിയില്ലല്ലോ. അതെ അതെ, വന്ന് ഇവിടെ കൂടി കഴിഞ്ഞാലേ അത് കാടുള്ളതുകൊണ്ടാണ് ഒന്നാമത്. ഈ കാടുള്ളതുകൊണ്ടേ അവര് ഇവിടെയൊക്കെ എങ്ങനെ വെട്ടുന്ന തേയിലെടുക്കുന്ന ഇതിലൊക്കെ തേയിലെടുക്കുന്നുണ്ട്. ഇതിലെല്ലാം അപ്പുറത്തോ ഈ കാട് ഒഴിവാക്കി അതിന്റെ മേലക്കുണ്ട്. ഇത്രേ മാറുള്ളൂ. ഇത്രേ ഉള്ളൂ കാട്. ഈ ഒരു കൂട്ടം മാത്രമേ കാടുള്ളൂ അല്ലേ. ഇവിടെ കേട്ടോ ഈ സംഭവം നടന്നേ. എല്ലായിടത്തും അടുത്തടുത്തൊക്കെ വീടുകൾ, ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. എല്ലാ വീട്ടിലും തന്നെ പശുവും ആടും കോഴിയും പട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു കേട്ടോ. നഷ്ടപരിഹാരത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിൻ്റെ ഇത് തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷയയിൽ കൊണ്ടുപോയിട്ട് ഓൺലൈനിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ കൊടുക്കാം അല്ലേ. ക്യാമറ വൈകുന്നേരം ക്യാമറ വെക്കുന്ന പറഞ്ഞു. വൈകുന്നേരം വെക്കാന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ക്യാമറ വെക്കാൻ പറഞ്ഞു. കാരണം ഇനിയും വൈകുന്നേരം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പശുക്കളായി വരും. ഇവിടെ ആലയിലൊക്കെ പശുക്കൾ കംപ്ലീറ്റ് എല്ലാം തീറ്റിക്കാൻ കൊണ്ടേതാണ്. ഇപ്പൊ അതിനെ ആട്ടാനാണ് മോന് പോയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒക്കെ ഫ്രീ ആണല്ലോ, ഇങ്ങനെ അടക്കണല്ലോ. വൈകുന്നേരം വന്ന് എന്തെങ്കിലും സംഭവിക്കാൻ ഇപ്പൊ എന്താ വന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാമറ വെക്കാന്ന് പറഞ്ഞത്. ജഡം എന്ത് കുഴിച്ചിട്ടാ? അത് കുഴിച്ചിട്ട് അത് അവർ വന്ന് നോക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് അതിനെ കുഴിച്ചിട്ടോളം പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളതിന് കുഴിച്ചിട്ട്. ഇപ്പം നഷ്ടപരിഹാരം അക്ഷയ വഴിയായിട്ട് അക്ഷയയിൽ കൊടുക്കാനാണ് പറഞ്ഞത്. ഇത് എത്ര മാസം പ്രായമുള്ള ആടായിരുന്നു? ഒരു 3 വയസ്സ് പ്രായം ഉണ്ടാവും. 3 വയസ്സാ? 3 വയസ്സിന് വെച്ചാൽ പ്രായം ഉണ്ടാവും. പിന്നെ ഒരു 3.5-4 മാസം ഗർഭിണിയാണ്. അതെ. ഇപ്പം നമ്മൾ ആ ഒരു കർഷകൻ്റെ അടുത്ത് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഒരു ഫാം നടത്തുന്നത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇച്ചിരി മടിയുള്ളതുകൊണ്ടാണ് സംസാരിക്കാൻ, അല്ലെങ്കിൽ നാളെ കൊണ്ടും കൂടെ സംസാരിപ്പിച്ചതിന്. ഇതന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി കേട്ടോ. സ്ഥിരമായിട്ടെന്ന് പറയുന്ന പോലെ കടുവയൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെ ആടിനെ ഇന്ന് വെളുപ്പിന് ഈ വീട്ടിലെ ആടിനെ പുലി പിടിച്ചിരിക്കുകയാണ്. പുലിയാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം കടുവയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഇച്ചിരി കൂടെ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും പിടിക്കാതെ ചെയ്തിട്ട് പട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പൊതുവെ പുലിയുടെ മെയിൻ മെനു എന്ന് പറയുന്നത് ഇപ്പോൾ പട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ആട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു വയനാട്ടിലെ പല പ്രദേശങ്ങളും നിൽക്കുന്നത്. ദിവസം എന്ന് പറയുന്ന പോലെ 1, 2, 3 പുലിയുടെ കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കർഷകർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം പുലിയും മറ്റ് വന്യജീവികളൊക്കെ ഇതേപോലെ നാട്ടിലേക്ക് ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വളർത്തുമൃഗങ്ങളെ കൊണ്ട് ജീവിക്കുന്ന കർഷകർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം അവരുടെ ഏക വരുമാന മാർഗ്ഗവും അത് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ട ഈ ചേട്ടൻ്റെ സുരേഷ് എന്ന് പറയുന്ന ഈ ചേട്ടൻ്റെ വീട്ടിലാണേലും അവർ ഈ ഫാം കൊണ്ടാണ് ജീവിക്കുന്നത്. പശുവും പോത്തും ആടും ഒക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. പുലിയുടെ ആക്രമണം ഈ വർഷം നിരവധി വാർത്തകൾ നമ്മൾ കേട്ടതുമാണ് കണ്ടതുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കടുവയും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ആളുകളെ അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കും. ഒത്തിരി ആളുകളെ കൃഷിയിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.